ഹായ് ഹലോ വെൽക്കം ടു കുക്ക് വിത്ത് അമ്മൂസ്. ഞാനിന്നൊരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന പ്രോൺസ് നിർവാണിയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ റെസിപ്പി. നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഒരു മിക്സിയുടെ ചെറിയ ജാറെടുക്കുക, അതിലേക്ക് മല്ലിയില, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, അതേപോലെ കുറച്ച് വിനാഗിരിയും കുറച്ച് വെളിച്ചെണ്ണയും ചേർക്കണം കേട്ടോ. ഇത്രയും ഐറ്റങ്ങൾ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഈ അടിച്ചെടുത്ത സാധനം നമ്മൾ പ്രോൺസൊക്കെ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടാവുമല്ലോ, ഇതിന് കുറച്ച് വലിയ പ്രോൺസാണ് കേട്ടോ നല്ലത്. അപ്പോൾ ആ പ്രോൺസിലേക്ക് ഈ ഒരു അരപ്പ് നന്നായിട്ട് പിടിപ്പിക്കുക. നന്നായിട്ട് പിടിപ്പിച്ചതിന് ശേഷം എൻ്റെ ഈ ഒരു അരപ്പ് കുറച്ച് ലൂസായിപ്പോയി കേട്ടോ, കാരണം വിനാഗിരി കുറച്ച് കൂടിപ്പോയി. അപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പോൾ അതിൻ്റെ പാകത്തിന്, അതായത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയാൽ മതി കേട്ടോ. അപ്പം നന്നായിട്ട് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു ചീനച്ചട്ടി എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ടിടാം. ഞാനൊരു 2 എടുത്തത്, നിങ്ങൾക്കൊരു 2-3 എടുക്കാം കേട്ടോ. അങ്ങനെ ഒരു 2 പച്ചമുളക് നീളത്തിൽ കീറിയിട്ട് ആ വെളിച്ചെണ്ണയിൽ ഇടുകയാണ്. അതിനുശേഷം നമ്മൾ ഈ റെസ്റ്റ് ചെയ്യാൻ വെച്ച പ്രോൺസ് ഉണ്ടല്ലോ, അത് അതിലേക്ക് ഇടുക. പിന്നെ അത് നന്നായിട്ട് വേവണം. നമ്മളെ പ്രോൺസ് കുറച്ച് വണ്ണം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് വേവാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. നന്നായിട്ട് കുക്കാണ് കേട്ടോ. അപ്പം നന്നായിട്ട് കുക്കായതിന് ശേഷം നമ്മൾ ഒരു തേങ്ങാപ്പാൽ 1-ാം പാൽ 2-ാം പാൽ ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച് തേങ്ങയാണ് ഞാനിവിടെ എടുത്തത്, കാരണം വളരെ കുറച്ച് പ്രോൺസാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളും അതിൻ്റെ കണക്കിന് കുറച്ച് തേങ്ങ എടുക്കുക. അതിൻ്റെ 2-ാം പാലാണ് ആദ്യം ഒഴിക്കേണ്ടത്. ഇത് നന്നായിട്ട് പ്രോൺസൊക്കെ വെന്തതിന് ശേഷം 2-ാം പാൽ ഒഴിക്കുക. 2-ാം പാൽ ഒഴിച്ച് നന്നായിട്ട് ഇതുപോലെ തിളച്ച് വരുമ്പോൾ 1-ാം പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് നിങ്ങൾക്ക് നമുക്ക് കുറച്ച് കട്ടിയിലെടുക്കുന്നതായിരിക്കും നല്ലത് അല്ലേ. ഇത് നന്നായിട്ട് തിളക്കണം. ഈ ഒരു സംഭവം നന്നായിട്ട് തിളക്കണം. എൻ്റെത് പ്രോൺസ് കുറവും അതേപോലെ ഗ്രേവി കൂടുതലും ആയിപ്പോയി. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടൈറ്റായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം, കുറച്ച് അധികം ഇതുപോലെ ലൂസാവാതെ. അല്ലെങ്കിൽ പിന്നെ കുറുക്കി എടുത്താൽ മതി. കുറുക്കി എടുത്താലും അല്ലെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലായിരിക്കും നിങ്ങളെ കിച്ചൺ മൊത്തത്തിൽ. അപ്പം നന്നായിട്ടൊന്ന് വെന്ത് തിളച്ച് വരണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഒരു പിഞ്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര എന്തായാലും നമ്മൾ പൊതുവെ എന്തൊരു സാധനം കുക്ക് ചെയ്യുമ്പോഴും ലാസ്റ്റ് നമ്മൾ അതിൻ്റെ എൻഡിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ ആ കറിക്ക് കുറച്ചുകൂടി സ്വാദാണ് കേട്ടോ. നമ്മൾ ഈ സവാള കറിയൊക്കെ ഉണ്ടാക്കില്ല, അതിലൊക്കെ ലാസ്റ്റ് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് എന്താ പറയുക, വെള്ളാപ്പത്തിൻ്റെ കൂടെയും നൂൽപ്പെട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെയും സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.